പാട്ട് പാടാൻ കഴിവില്ലെങ്കിലും പാട്ട് പാടിക്കാൻ കഴിവുള്ളവരുണ്ട്. പൊളിറ്റീഷ്യൻസും സിനിമാ താരങ്ങളുമൊക്കെ പാട്ടുപാടി വൈറലായ വീഡിയോകൾ ഈ അടുത്തിടെ ഒരുപാട് കണ്ടതാണ്. പക്ഷെ അതൊക്കെ ചുമ്മാ ട്രോളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അന്തരിച്ചു പോയ ഗായകരെ കൊണ്ട് സിനിമയിൽ പാട്ട് പാടിപ്പിച്ച് ഹിറ്റായിരിക്കുകയാണ് ദി ലെജൻഡ് മ്യൂസീഷ്യൻ AR റഹ്മാൻ. തമിഴ് സിനിമ ഗാനലോകത്തെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ലാൽ സലാം എന്ന ചിത്രത്തിലെ തിമിരയെഴുട എന്ന ഗാനം. AR റഹ്മാൻ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഗാനമാണിത് എന്നതാണ് ഈ ചർച്ചകൾക്കൊക്കെ അടിസ്ഥാനം. AR റഹ്മാൻ 2022 അന്തരിച്ച ബംബ ബാക്കിയ, 1997 അന്തരിച്ച ഷാഹുൽ ഹമീദ് എന്നിവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലാൽ സലാമിലെ ഗാനത്തിനായി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഗാനവും ഗാനത്തിന്റെ പ്രത്യേകതയും സംഗീതാസ്വാദകരിലേക്ക് എത്തിയതോടെ നിരവധി ചർച്ചകളാണ് ഉയർന്നു പോകുന്നത്. ഈ ചർച്ചകൾക്കൊക്കെ കാരണമുണ്ട്. ഹായ് നാന എന്ന ചിത്രത്തിന് വേണ്ടി നേരത്തെ ഇഷാൻ അബ്ദുൽ വഹാബ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് ഏതാനും വരികൾ AI നിർമ്മിത ഗായികയെ ഉപയോഗിച്ച് പാടിപ്പിച്ചു എന്നതൊഴിച്ചാൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യ നീക്കം തന്നെയാണിത്. ശാസ്ത്രലോകത്തെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കലയിലും സംഗീതത്തിലുമൊക്കെ ഉപയോഗിക്കുന്നത് ഭീതിജനകമായ സാഹചര്യം അല്ലേ എന്നതാണ് ഗായിക കവിത കൃഷ്ണമൂർത്തി പ്രതികരിച്ചത്. AIയെ കൊണ്ട് പാട്ട് പാടിക്കാം, പക്ഷെ പാട്ടിലെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കാനാവുമെന്ന് ചോദിക്കുന്നവരും കുറവല്ല. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ 2 ഗായകരുടെ ശബ്ദം വീണ്ടും കേൾക്കാനായല്ലോ എന്ന സന്തോഷമാണ് ചിലർ പങ്കുവച്ചതെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് 2 ഗായകരുടെ കുടുംബങ്ങളോട് അനുവാദം ചോദിച്ചിരുന്നു എന്നായിരുന്നു മറ്റൊരു കൂട്ടർക്ക് അറിയേണ്ടത്. 2 ഗായകരുടെ കുടുംബങ്ങളോടും ഇത്തരത്തിലൊരു പാട്ടൊരുക്കാൻ താൻ അനുവാദം ചോദിച്ചിരുന്നു. ഗായകരുടെ ശബ്ദത്തിന്റെ അൽഗോരിതം ഉപയോഗിച്ചതിന് കുടുംബത്തിന് പ്രതിഫലം കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ AR റഹ്മാൻ എക്സിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാങ്കേതിക വിദ്യ ഒരിക്കലും ഒരു ഭീഷണിയോ ശല്യമോ ആവില്ലെന്നും AR റഹ്മാൻ പറയുന്നു. റെസ്പെക്ട്, നൊസ്റ്റാൾജിയ എന്നീ ഹാഷ്ടാഗുകളാണ് അദ്ദേഹം പോസ്റ്റിനോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിലാണ് ഈ ഗാനങ്ങൾ റിലീസ് ചെയ്യുന്നത്. ക്രിക്കറ്റാണ് ചിത്രത്തിന്റെ പ്രമേയം. രജനീകാന്ത് ചിത്രത്തിൽ കാമിയോ വേഷത്തിലും എത്തുന്നുണ്ട്. ഫെബ്രുവരി 9 ചിത്രം തിയേറ്ററുകളിൽ എത്തും. 2 ഗായകരും വിട പറഞ്ഞ കാലഘട്ടം കൂടിയാണ് ലാൽ സലാമിലെ ഗാനത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. 2022 സെപ്റ്റംബർ 2 ബംബ ബാക്കിയ അന്തരിച്ചത്. ഷാഹുൽ ഹമീദ് 1997 AR റഹ്മാന്റെ സ്ഥിരം ഗായകരായിരുന്നു ഇരുവരും. സർക്കാർ, യന്ത്രൻ 2.0, സർവം താളമയം, ബിഗിൽ, ഇരയിവൻ, നിഴൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം AR റഹ്മാന് വേണ്ടി പാടിയിട്ടുണ്ട്. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലെ പൊന്നി നദി പാക്കണമേ എന്ന ഗാനമാണ് ബംബ അവസാനമായി പാടിയത്. ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഉസ്ലാംപട്ടി പെൺകുട്ടി, തിരുടാ തിരുടയിലെ രാസാത്തി എൻ ഉസിർ, മെയ് മാദത്തിലെ മദ്രാസി സുത്തി, കാതലിനിസത്തിലെ ഉർവസി ഉർവസി എന്നീ ഗാനങ്ങളാണ് ഷാഹുൽ ഹമീദ് എന്ന ഗായകൻ ആലപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന AI യുഗത്തെ തള്ളിക്കളയാനാകാതെ AR റഹ്മാൻ ചെയ്ത പ്രവൃത്തിയിൽ വിജയ സാധ്യതയെ മാത്രം കാണുന്നവരും ഒരുപാടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.